ഹലോ കൂട്ടുകാരെ, നമുക്ക് കൊഞ്ചും പുളിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 50 രൂപയുടെ കൊഞ്ച് മതിയാവും. 50 രൂപയുടെ കൊഞ്ച് വാങ്ങി ആദ്യം നമ്മൾ അതിനെ വറുക്കണം. വറുത്തിട്ട് അതിനെ വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തലയും മുള്ളും എല്ലാം കളഞ്ഞ് വെക്കണം. അതിനുശേഷം ഒരു മാങ്ങ എടുത്ത്, ഒരു മാങ്ങ പകുതി മതി, ആ ഒരു മാങ്ങയും 2 പച്ചമുളകും കറിവേപ്പിലയും എടുക്കണം. അത് കഴിഞ്ഞ് ഒരു മുറി തേങ്ങ എടുത്ത് തിരുകി ഇതും അതിനകത്ത് നല്ലൊരു സ്പൂൺ മുളകും ഇട്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും ഇട്ട് നമ്മൾ അത് മിക്സിയിലോട്ട് എടുത്തിടണം. അതിനുശേഷം ഒരു പിടി ചുവന്നുള്ളി വേണം. ആ ചുവന്നുള്ളി 2ആയിട്ട് അരിഞ്ഞ് അതും എടുത്തിട്ടിട്ട് മിക്സിയിലൊന്ന് ഒതുക്കിക്കൊണ്ട് വരണം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അതിനകത്ത് ആദ്യം ഉണക്കക്കൊഞ്ചിനെ എടുത്തിടണം. പിന്നീട് അത് കഴിഞ്ഞ് നമ്മളുടെ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചത് അതും എടുത്തിടണം. അതിനുശേഷം മിക്സിയിൽ അരച്ചു കൊണ്ടുവന്ന ആ കൂട്ടാൻ്റെ അരപ്പ് അതും ഇടണം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ വെക്കണം. വെച്ചിട്ട് അതിനെ വേവാൻ വെക്കണം. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. കാരണം കൊഞ്ചെല്ലാം നമ്മൾ വറുത്തതല്ലേ. പിന്നെ മാങ്ങയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്താൽ മതി. എന്നിട്ട് അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ കടുവറുത്ത് അതിനകത്തോട്ട് തട്ടുമ്പോഴത്തേക്കും നമ്മൾ കൊഞ്ചുംപുളി റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. നല്ല ആവി പറക്കുന്ന കൊഞ്ചുംപുളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബൈ.